എന്താ? മിസ്റ്റർ പ്രകാശിനെ ഒന്ന് കാണണം. അയ്യോ, ഇന്ന് അദ്ദേഹം വളരെ ബിസിയാണ്. വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? ഇന്ന് പണം ഡ്രോ ചെയ്യുന്നുണ്ടോ? ഇല്ല, എനിക്ക് പ്രകാശിനെയാണ് കാണേണ്ടത്. അദ്ദേഹത്തെ വിളിക്കൂ. ഇവിടെ ഒരാൾ പണയം വെച്ച പണ്ടങ്ങളിൽ ചിലത് മുക്കുപണ്ടമാണോ എന്നൊരു സംശയം. അദ്ദേഹം അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉപദ്രവിക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞു. എന്താ വേണ്ടത്? എനിക്ക് ലോക്കറിൽ നിന്നൊരു നെക്ലസ് എടുക്കാനുണ്ട്. അതിപ്പോ നാളെ എടുത്താലും പോരെ? പോരാ, പ്രകാശ് അകത്തുണ്ടല്ലോ, ഞങ്ങൾ സംസാരിച്ച് ശരിയാക്കിക്കോളാം. എല്ലാ മുക്കുപണ്ടങ്ങളാണോ അതോ കുറെയെങ്കിലും സ്വർണമുണ്ടോ? എന്റെ സബോർഡിനേറ്റ്സിന്റെ മുമ്പിൽ ഇങ്ങനെ എന്നെ ചീപ്പാക്കരുത്. എന്നെ പ്രകാശാണ് ചീപ്പായി കാണുന്നത്. ഒരു പുരുഷനായി പുറത്തേക്ക് വരൂ. പണ്ടൊരിക്കൽ ഞാൻ ജീവിതത്തെ ഭയന്ന് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇനി ഒരിക്കലും ഞാനത് ചെയ്യില്ല. ഞാൻ പ്രകാശിന്റെ മനസ്സ് മാറ്റിയെടുക്കും. ഇത് നിസ്സാരമായ കാര്യമല്ലേ? അവളുടെ ഭാഗത്തു നിന്നും ആദ്യത്തെ സ്റ്റെപ്പ് എടുത്തപ്പോഴേ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാനിത് അന്നേ ഒതുക്കിക്കളഞ്ഞേനെ. സാരമില്ല, ഇത് ഊതി വീർപ്പിച്ച ഒരു ബലൂൺ, ഒരൊറ്റ കുത്ത്, ഡും. ആ കാര്യം ഞാൻ ഏറ്റു. പക്ഷെ കുരു ചൊറിഞ്ഞ് പൊണ്ണാക്കരുത്. സുമതി എങ്ങാണോ ഇത് അറിഞ്ഞാൽ എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ. കാര്യം ഞാൻ ഏറ്റെടുത്തു എന്ന് പറഞ്ഞു. ഈ ഒരു വിഷയത്തിലെങ്കിലും ഞാൻ സമർത്ഥനാണെന്ന് സമ്മതിച്ചാണ്. സ്ത്രീയുടെ ശരീരശാസ്ത്രവും മനഃശാസ്ത്രവും ഞാൻ ശരിക്കും പഠിച്ചിട്ടുണ്ട്. ശാസ്ത്രീയമായ രീതിയിലുള്ള വിദ്യാഭ്യാസം 15ാമത്തെ വയസ്സിലായി ഈ ഗെയിംസ് പഠിച്ചു തുടങ്ങി. അടുത്ത വീട്ടിൽ ഒരു ആന്റി ആയിരുന്നു ഗുരു. ആദ്യം ഇന്ന് ബാങ്കിൽ ടൂ മെനി പ്രോബ്ലംസ്. പ്രകാശ് സാർ ആകെ അപ്സെറ്റ്. അതുകൊണ്ട് അദ്ദേഹത്തെ ഒന്ന് ഫ്രഷ് ആക്കാൻ വേണ്ടി ഞാൻ പ്ലാൻ ചെയ്തായി ഡിന്നർ. നഷ്ടം പറ്റിയത് സുമതിക്കും. കുറച്ചു വല്ലതും തിന്നുന്ന പാർട്ടികളാണെങ്കിലും വേണ്ടില്ല. കണ്ടില്ലേ തിന്നുന്ന തീറ്റി? ജെയിംസിന് ഭക്ഷണം കൊടുക്കാൻ എനിക്കിഷ്ടമാണ്. എല്ലാം നല്ല സ്വാദോടെ കഴിക്കും. ചിലരുണ്ട് വിരുന്നുകാരായി വന്നിട്ട് ഒന്നും കഴിക്കാതെ വേഷം മാത്രം കാണിച്ചിട്ട് എഴുന്നേറ്റങ്ങ് പോകും. എല്ലാം സ്വാദോടെ തട്ടിവിടുന്ന മറ്റൊരാളുണ്ട്, എന്റെ ഭാര്യ. ഇപ്പോൾ അടുക്കള കാണാറില്ല, എല്ലാം ഞാൻ വെച്ചു കൊടുക്കണം. കുക്കിംഗ് ഗൗതം ബാബു ഡിഷസ് ഒക്കെ ഭംഗിയായി ഉണ്ടാക്കും. ഈസ് ആൻ എക്സലന്റ് കുക്ക്. എന്തു പറ്റി? കരഞ്ഞപ്പോഴേ സംശയം ഉണ്ടായിരുന്നു, ഇപ്പോഴാ കൺഫേം ആയത്. ഇവൻ മറ്റവനെ പാസ്സാക്കി. ഞാൻ പോയി കഴുകിച്ചു വരാം. നോക്കല്ലോ, അച്ഛൻ കഴുകിത്തരാം. ഈ കാര്യങ്ങളൊക്കെ ചിത്രക്ക് ചെയ്തൂടെ? ഒരു ദിവസം ഞാൻ മറിഞ്ഞു വിടങ്ങ് തൊലയും, അത് കഴിഞ്ഞ് നീ ടച്ച് ചെയ്തോളും. ഹലോ 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 ഹലോ. ഏതോ ഭ്രാന്തി സ്ത്രീ ഇന്ന് 4ാമത്തെ പ്രാവശ്യം എന്റെ ശബ്ദം കേട്ടാൽ ഉടൻ കട്ട് ചെയ്യും. ജെയിംസിനും പറഞ്ഞാൽ കാണാൻ വന്നിരിക്കുന്നു. ബാങ്കിൽ നിന്നും വരികയാണെന്ന് പറഞ്ഞു. എന്താ മിസ്റ്റർ ജെയിംസ്? ഒരു പ്രധാന പ്രശ്നം ചർച്ച ചെയ്യണം. പക്ഷേ അത് സാവധാനമാകാം. എനിക്ക് തിരക്കൊന്നുമില്ല. നിങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് എനിക്കറിയാം. എനിക്കത് കേൾക്കാൻ താല്പര്യമില്ല. അങ്ങനെ പറയരുത്. നിങ്ങൾ സുന്ദരിയാണ്, ബുദ്ധിമതിയാണ്. ആ സൗന്ദര്യവും ബുദ്ധിയും എങ്ങനെ പ്രയോജനപ്പെടുത്തണമെന്ന് മാത്രം നിങ്ങൾക്കറിയില്ല. എന്നെ പഠിപ്പിക്കണ്ട. അല്പസ്വല്പം പഠിപ്പിക്കാനും എനിക്ക് കഴിയുമെന്ന് കരുതിക്കൊള്ളൂ. തന്നെയുമല്ല, നിങ്ങൾക്ക് ആവശ്യമുള്ള വിഷയം പഠിപ്പിക്കാൻ പ്രകാശിനേക്കാൾ കഴിവും പരിചയവും എനിക്കാണുള്ളത്. പ്രകാശ് ഒരു പാവത്തനാണ്. അയാൾ ഒരു റൊമാൻറ്റിക് ഒന്നുമല്ല, പെർവർട്ടുമല്ല. നിങ്ങൾ ആ മനുഷ്യനെ അയാളുടെ പാട്ടിന് വിട്ടേക്കും. യു നീഡ് എ പെർവർട്ട്. ഇതാ ഏത് രീതിയിൽ അധപ്പതിക്കാനും തയ്യാറായി ഒരുത്തം നിൽക്കുന്നു. പ്രകാശ് പോകുന്ന ഗ്യാപ്പിൽ നിങ്ങൾക്ക് എന്നെ നിയമിക്കാം. ഇംഗ്ലീഷ് ഒരുപാടെടുത്ത് കാച്ചാതരി. ബാസ്റ്റേഡ് എന്ന് പറഞ്ഞാൽ തന്തയില്ലാത്തവൻ എന്നല്ലേ അർത്ഥം. ഞാനും നീയും അതേ വകുപ്പിൽപ്പെട്ടതാ. നമ്മളത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് പെരുമാറിയിട്ട് എന്താ കാര്യം? പ്രകാശിന് നിന്നെ മാത്രമേ നേരിടേണ്ടി വന്നിട്ടുള്ളൂ. പക്ഷെ എനിക്ക് നിന്നെ പോലെ പലരെയും അറിയാം. 5 രൂപ മുതൽ 5000 രൂപ വരെ പ്രതിഫലം പറ്റുന്ന വേശികളെ ഞാൻ കണ്ടിട്ടുണ്ട്. വലിയ ബംഗ്ലാവും കാറും 10 ലക്ഷം രൂപ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഉള്ളതുകൊണ്ട് നീ അവരെക്കാളൊന്നും മേലെ ആവുന്നില്ല.
എന്റെ കാല്. അയ്യോ അയ്യോ. എന്താ സംഭവിച്ചത്? ബൈക്ക് ഗട്ടറിൽ വീണ അത്രേ. എത്ര നാളെ വണ്ടി ഓടിക്കുന്നത്? ഇതുവരെ ഇങ്ങനെ ഉണ്ടായിട്ടില്ല. ഏത് ഘട്ടം? എന്റെ കണക്ക് ലേശം തെറ്റിപ്പോയി. ആ ഗട്ടറിന് ഞാൻ പ്രതീക്ഷയിലും ആഴം ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിലും ഘട്ടറോ? എത്ര കാലം നിങ്ങൾക്ക് എന്നിൽ നിന്ന് ഒളിച്ചു നടക്കാൻ കഴിയും? പ്രകാശ് എന്തിനിങ്ങനെ ഭീരുവാവുന്നു? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നീ എന്നെ ഇങ്ങനെ നശിപ്പിക്കുന്നത്? ഒരു യക്ഷിയെ പോലെ നീ എന്നെ ചുറ്റി വളഞ്ഞിരിക്കുകയാണ്. അതെ, ഞാൻ യക്ഷിയാണ്. ഞാൻ നിങ്ങളെ ചുറ്റി വളഞ്ഞിരിക്കുകയാണ്. ചോരയ്ക്ക് വേണ്ടിയല്ല, സ്നേഹത്തിന് വേണ്ടി. നിങ്ങളെ നശിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. എന്നെ നശിപ്പിക്കാൻ ഞാൻ നിങ്ങളെ അനുവദിക്കുകയുമില്ല. ഞാൻ നിന്നെ ചീത്തയാക്കിയിട്ടില്ല. നീ സ്വയം ചീത്തയാകുകയായിരുന്നു. അതിന് നീ എന്നെ കരുവാക്കുകയും ചെയ്തു. ഈ ആർഗ്യുമെന്റ്സ് നമ്മൾ എങ്ങും എത്തിക്കുകയില്ല പ്രകാശ്. എന്നെ സംബന്ധിച്ചിടത്തോളം പിൻവാങ്ങൽ മരണമാണ്. എന്നിൽ 2 രേണുകമാരുണ്ട്. ഒരു രേണുകയെ മാത്രമേ പ്രകാശിന് പരിചയമുള്ളൂ. രണ്ടാമത്തെ രേണുക ഉണർന്നാൽ അവളുടെ പിടിയിൽ നിന്ന് നിങ്ങളുടെ ഭാര്യയും മകനും രക്ഷപ്പെടുമെന്ന് കരുതണ്ട. എന്റെ സുമതി ഉണ്ണിയും നിന്നോട് എന്ത് തെറ്റ് ചെയ്തു? നിനക്ക് എന്തിനാണ് അവരോട് ഈ പക? അവരെ സ്നേഹിക്കുന്ന പോലെ പ്രകാശ് എന്നെയും സ്നേഹിക്കൂ. ഞാനൊരു പൂച്ചയെ പോലെ എന്റെ കിടപ്പറയുടെ മൂലയിൽ ഒതുങ്ങിക്കോളാം. ഇല്ലെങ്കിൽ മരണം വരെ നിങ്ങൾക്ക് അവരെ ഓർത്ത് കരയേണ്ടി വരും. രേണുകയുടെ സംസാരം കേൾക്കുമ്പോ വർഷങ്ങളായി രേണുക എന്റെ ഫ്രണ്ടായിരുന്നു എന്ന് തോന്നല എനിക്ക്. പ്രകാശേട്ടൻ വന്നല്ലോ. ഗുഡ് ഈവനിങ്. ഞാൻ മിസ്റ്റർ പ്രകാശിന്റെ ഭാര്യ ഒന്ന് പരിചയപ്പെടാൻ വന്നതാ. എനിക്കൊരു നല്ല കൂട്ടുകാരിയെ കിട്ടി. പ്രകാശേട്ടൻ ഈ രേണുക തരുന്ന കോംപ്ലിമെന്റ്സിന് കൈയും കണക്കില്ല കേട്ടോ. ഭർത്താവിനെ പുകഴ്ത്തിയാൽ ഏത് ഭാര്യയും കസ്റ്റഡിയിലെടുക്കാം, അല്ലേ മിസ്റ്റർ പ്രകാശ്? അച്ഛാ, ഈ ചോക്ലേറ്റ് ഈ ആന്റി കൊണ്ടുവന്നതാ. എത്ര വലിയ പെട്ടി! തിന്നാലും തിന്നാലും തീരൂല. എന്റെ ഉണ്ണിക്കുട്ടന് ഈ ആന്റി ഒരു ചോക്ലേറ്റ് ഫാക്ടറി പണിഞ്ഞു തന്നാലും അത് അധികമാവില്ല. അത്ര വലിയ സഹായമാ മോന്റെ അച്ഛൻ ഈ ആന്റിക്ക് ചെയ്തു തന്നിട്ടുള്ളത്. എന്നാലും ഇത്രയും പണം ചെലവാക്കേണ്ടിയിരുന്നില്ല. പ്രകാശേട്ടൻ ഇത് കണ്ടോ? ഈ പാക്കറ്റിൽ 2ഓ 3ഓ കാഞ്ചീപുരം സാരി ഉണ്ട്. രേണുക എനിക്ക് വേണ്ടി കൊണ്ടുവന്നതാ. ഞാൻ എത്ര വേണ്ടെന്ന് പറഞ്ഞിട്ടും കേൾക്കണില്ല. ഞാൻ രേണുകയെ സഹായിച്ചു എന്നല്ലേ പറഞ്ഞത്? സഹായിക്കാൻ മനസ്ഥിതിയുള്ള ആൾ കൈക്കൂലി വാങ്ങാൻ പാടില്ല. ഇത് കൈക്കൂലിയല്ല, എന്റെ സ്നേഹസമ്മാനമാണ്. ഇവരത് സ്വീകരിച്ചു കഴിഞ്ഞു. മിസ്റ്റർ പ്രകാശിന്റെ അച്ചടക്കത്തെ പറ്റി എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒന്നും കൊണ്ടുവന്നില്ല. ഗുഡ് നൈറ്റ്. വരട്ടെ. വലിയ പണക്കാരിയല്ലേ? പ്രകാശേട്ടൻ എങ്ങനെ ഇവരെ പരിചയപ്പെട്ടു? എത്ര നല്ല സ്ത്രീയാ. നിർത്ത്. ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുവന്ന് തന്നാൽ
അമ്മയും മോനും രണ്ട് കൈ നീട്ടി വാങ്ങും അല്ലേ? എത്ര വലിയ തെറ്റാ നിങ്ങൾ ചെയ്തതെന്നറിയാമോ? അച്ഛ ഇതൊന്ന് തുറന്നു തരുമോ? ആ സ്ത്രീ ലോൺ കിട്ടാൻ വേണ്ടി കൈക്കൂലി കൊണ്ടുവന്നാണല്ലേ? ഞാൻ അറിഞ്ഞില്ല. പെരുമാറ്റം കണ്ടപ്പോ എനിക്ക് തോന്നി അവരൊരു തറവാട്ടുകാരിയാണെന്ന്. പ്രകാശേട്ടൻ വിഷമിക്കണ്ട, ഞാനിതൊക്കെ ഇപ്പൊ തന്നെ കൊണ്ടുവന്ന് കൊടുത്തോളാം. അവരെനിക്ക് അഡ്രസ് തന്നിട്ടുണ്ട്. വേണ്ട, നീ അവിടെ പോണ്ട. സാധനങ്ങളൊക്കെ ഞാൻ കൊണ്ടുപോയി തിരിച്ചു കൊടുക്കാം. യെസ്, ഐ മസ്റ്റ് ഗോ. ചോക്ലേറ്റ് വിഷമാണെന്ന് മനസ്സിലാക്കാനുള്ള പ്രായം എന്റെ ഉണ്ണിക്കില്ല. ഈ സാരികൾ ശവം മൂടാനുള്ളതാണെന്ന് മനസ്സിലാക്കാനുള്ള കളങ്കം എന്റെ സുമതിക്കുമില്ല. നിനക്ക് മറ്റൊരു രേണുകയാവാൻ കഴിയുമെങ്കിൽ എനിക്ക് വേറൊരു പ്രകാശനമാകാൻ കഴിയും. അത് മറക്കണ്ട. ടെലിഫോൺ അടിക്കുന്നില്ലല്ലോ. ഇല്ലേ? മടങ്ങി വന്ന ദിവസം മുതൽ ഞാൻ ശ്രദ്ധിക്കുക, പ്രകാശേട്ടന്റെ മനസ്സില് എന്തൊക്കെ കിടന്നു കുഴങ്ങുന്നത് പോലെ. എന്തായാലും എന്നോട് പറയരുതോ? അങ്ങനെയൊന്നുമില്ല. ബാങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പ്രകാശേട്ടന് ചെയർമാന്റെ അവാർഡൊക്കെ കിട്ടിയതല്ലേ? എല്ലാവർക്കും കണ്ണടി കാണും. ദൃഷ്ടി കൊണ്ടാ ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം. കുറച്ചു ദിവസം നിന്റെ വീട്ടിൽ പോയി നിൽക്കാം. ഐ വോണ്ട് ഇറ്റ്. ഇത് ഞാൻ അങ്ങോട്ട് പറയണമെന്ന് ചിരിക്കുകയായിരുന്നു. നമുക്ക് നാളെ തന്നെ പോവാം. എനിക്ക് 7 ദിവസത്തെ ക്യാഷ്വൽ ലീവ് ബാക്കിയുണ്ട്. അമ്മ, നമ്മൾ എല്ലാവരും കൂടെ പോയ ലവ് ബേർഡ്സിനെ ആരെ നോക്കുക? നായ്ക്കുട്ടിക്ക് ആരെ തീറ്റ കൊടുക്കുക? അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. ആ, ഒരു സന്തോഷ വാർത്ത പറയാൻ മറന്നു. രാധയുടെ ഭർത്താവ് കുടി നിർത്തിയത്രേ. വെരി ഗുഡ്. ഒരാഴ്ച ജോലിക്ക് പോകുന്നുണ്ട്. ഡ്രൈവിംഗ് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ മടങ്ങി വന്നിട്ട് നീ തങ്കപ്പനെ ഒരു ദിവസം ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരും. ആ